നമസ്കാരം. ഭാഷാഭേദമന്യേ നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. ആരാധകരുടെ സ്വന്തം നയൻസ് 2003 ജയറാം നായകനായി എത്തിയ മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി. സോഷ്യൽ മീഡിയയിൽ നയൻതാര സജീവമല്ലെങ്കിലും അടുത്തിടെ താരം ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തിരുന്നു. ഇടയ്ക്കിടെ ഇപ്പോൾ ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നടിയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് വളരെ സജീവമാണ്. അദ്ദേഹമാണ് വിവരങ്ങളെല്ലാം പങ്കുവെച്ചെത്തുന്നത്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തിജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 9 നയൻതാരയ്ക്കും വിഘ്നേഷുവിനും ഇരട്ടക്കുട്ടികൾ ജനിക്കുന്നത്. ഉയർ ഉലകം എന്നായിരുന്നു കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തിയത്. വാടക ഗർഭധാരണത്തിലൂടെ കുഞ്ഞിന് ജന്മം നൽകിയതിന്റെ പേരിലും വലിയ രീതിയിൽ നയൻതാരയ്ക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. വാടക ഗർഭധാരണത്തിലൂടെയാണ് ധാരദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ പിറന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇരുവരും പ്രണയത്തിലായ ആദ്യ വർഷം തന്നെ ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇരുവരും പൂർത്തിയാക്കിയിരുന്നു. ജനിച്ച ദിവസം മുതൽ സെലിബ്രിറ്റികളാണ് നയൻതാര വിഘ്നേഷ് ദമ്പതികളുടെ ഇരട്ടക്കുഞ്ഞുങ്ങളായ ഉയരും ഉലകവും. വിവാഹം കഴിഞ്ഞ് 3 മാസം പിന്നിട്ടപ്പോഴേക്കും ഇരുവർക്കും മക്കൾ പിറന്നിരുന്നു. അതേസമയം നയൻതാര താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല അമ്മയാണെന്നാണ് വിഘ്നേഷ് പറയാറുള്ളത്. മക്കളിൽ ഒരാൾ വിഘ്നേഷ് ഫോട്ടോ കോപ്പിയും മറ്റൊരാൾ നയൻതാരയുടെ കുട്ടിക്കാലത്തെ ലുക്ക് പോലെയുമാണ്. മക്കളുടെ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ 1 വയസ്സ് പിന്നിട്ട ശേഷമാണ് മക്കളുടെ ചിത്രങ്ങൾ നയൻതാരയും വിഘ്നേഷ് പുറത്തുവിട്ടത്. മക്കൾ പിറന്ന അടുത്ത മണിക്കൂർ മുതൽ നയൻതാരയും വിഘ്നേഷ് തന്നെയാണ് കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നത്. എത്ര ഷൂട്ടിംഗ് തിരക്കുണ്ടെങ്കിലും മക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാനും ഇരുവരും ശ്രദ്ധിക്കാറുണ്ട്. ഉയരും ഉലകവുമാണ് വിക്കിയുടെയും നയൻതാരയുടെയും സോഷ്യൽ മീഡിയ പേജുകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതേസമയം ഇപ്പോഴിതാ നയൻതാരയുടെ ഒരു പുതിയ വീഡിയോ വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുകയാണ്. മക്കൾക്കും ഭർത്താവിനും ഒപ്പം മുംബൈ വിമാനത്താവളത്തിൽ എത്തിയ നയൻതാരയുടെ വീഡിയോയാണ് വൈറലാകുന്നത്. വെളുത്ത നിറത്തിലുള്ള കുർത്തയും ഹെവി വർക്കുള്ള ദുപ്പട്ടയും ധരിച്ചു സിമ്പിൾ ഹെയർ സ്റ്റൈലിലാണ് താരം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ബാഗുകൾ ചുമക്കാനും കുഞ്ഞിനെ ചൊടുക്കാനുമായി 3ഓളം ആയമാരെ നയൻതാരയ്ക്കും വിഘ്നേഷിനും ഒപ്പമുണ്ട്. നടി വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആയയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ എടുത്തത്. അതുവരെ ആയയാണ് ഒരു കയ്യിൽ ബാഗും പിടിച്ച് മറ്റേ കയ്യിൽ നയൻതാരയുടെ ഒരു മകനെയും എടുത്തിരുന്നത്. മറ്റൊരു മകനെ വിഘ്നേഷ് എടുത്തിരുന്നത്. ക്യാമറ കണ്ടപ്പോൾ മാത്രമാണ് നയൻതാര കുഞ്ഞിനെ എടുക്കാൻ തയ്യാറായതെന്നാണ് വീഡിയോ വൈറലായതോടെ വിമർശിച്ച് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ. ക്യാമറ കണ്ടാൽ മാത്രം കുഞ്ഞിനെ എടുക്കും. മക്കളെ സ്നേഹിക്കാൻ അവരെ ആയമാരി നിർത്തിയ മമ്മിയാണ് നയൻതാര. ആക്ഷൻ പറഞ്ഞാൽ മാത്രമേ നയൻതാര കുഞ്ഞിനെ എടുക്കൂ. എല്ലാ വീഡിയോയ്ക്കും പബ്ലിസിറ്റിക്കും വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലാണെന്നും ചിലർ വിമർശിക്കുന്നുണ്ട്. കരീന കപൂർ ആണെന്നാണ് നയൻതാരയുടെ വിചാരം. ഐശ്വര്യ റായിക്കും പോലും ഇല്ലാത്ത തലക്കനമാണ് നയൻതാരയ്ക്ക് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. അതേസമയം ആയമാരെ ഏൽപ്പിക്കാതെ കുഞ്ഞിനെ എടുത്തതിന് ചിലർ വിഘ്നേഷ് കമന്റ് ബോക്സിൽ അഭിനന്ദിച്ചിട്ടുമുണ്ട്.